മിസൈൽ ആക്രമണങ്ങൾ ഇറാനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ബഹ്റൈന്റെയും അയൽ രാജ്യമായ കുവൈറ്റിന്റെയും നേരെ ശനിയാഴ്ച വീണ്ടും ആക്രമണം നടത്തിയതിനെ തുടർന്ന് ബഹ്റൈൻ ഇറാനെ ശക്തമായി വിമർശിച്ചിരിക്കുകയാണ്. ടെഹ്റാൻ തൊടുത്തുവിട്ട 7 മിസൈലുകൾ ഇരു ഗൾഫ് രാജ്യങ്ങളും വിജയകരമായി നിർവീര്യമാക്കിയതായി ബഹ്റൈൻ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ ഇറാൻ ഇരു രാജ്യങ്ങളുടെയും പരമാധികാരം ലംഘിച്ചുവെന്നും മിസൈൽ പ്രവർത്തനങ്ങളെ ആക്രമണാത്മക നടപടിയായി മുദ്രകുത്തിയെന്നും ആരോപിച്ചു. ബഹ്റൈൻ രാജ്യത്തിനും സഹോദര രാജ്യമായ കുവൈറ്റിനുമെതിരെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ നടത്തിയ പുതിയ ആക്രമണങ്ങളെ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിക്കുകയാണ് ചെയ്തത്. വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ശത്രുതയെ പ്രകടമായ ആക്രമണമെന്ന് വിശേഷിപ്പിച്ച മന്ത്രാലയം ഈ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര പ്രോട്ടോകോളുകളുടെയും 2 ഗൾഫ് രാജ്യങ്ങളുടെയും പ്രാദേശിക പരമാധികാരത്തിന്റെയും ഗുരുതരമായ ലംഘനമാണെന്ന് അടിവരയിട്ടു. ബഹ്റൈനിലും കുവൈറ്റ് വ്യോമാതിർത്തിയിലും മിസൈൽ തടസ്സങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനെ തുടർന്ന് പ്രാദേശിക ശത്രുതയിൽ മൂർച്ചയുള്ള വർധനവുണ്ടായതിനെ തുടർന്നാണ് നയതന്ത്ര തിരിച്ചടി. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആതിഥേയത്വം വഹിക്കുന്ന ബഹ്റൈൻ ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള തുടർച്ചയായ ഏറ്റുമുട്ടലുകൾക്കിടയിൽ അതീവ ജാഗ്രതയിലാണ്. സൈനിക ഇടപെടലിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് ഗൾഫ് രാജ്യങ്ങളെയും സുപ്രധാന കടൽപാതകളെയും ലക്ഷ്യം വെച്ചുള്ള നിരവധി ഇറാനിയൻ മിസൈലുകളും ആളില്ല ആകാശവാഹനങ്ങളും തങ്ങളുടെ സൈന്യം വിജയകരമായി തടഞ്ഞതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ദുർബലമായ വെടിനിർത്തൽ നിലനിർത്താനുള്ള നിരന്തരമായ നയതന്ത്ര ശ്രമങ്ങൾക്കിടയിലും വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള സംഘർഷം മൂർച്ചയുള്ളതായി ഇത് പ്രതിനിധീകരിക്കുന്നു. സംഭവങ്ങളുടെ ക്രമം വിശദീകരിച്ചുകൊണ്ട് US സെൻട്രൽ കമാൻഡ് വെള്ളിയാഴ്ച പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ ആഗോള സമുദ്ര തടസ്സമായ ഹോർമുസ് കടലിടുക്കിലേക്ക് നീങ്ങുകയായിരുന്ന 4 ഇറാനിയൻ വൺവേ ആക്രമണ ഡ്രോണുകൾ അമേരിക്കൻ സൈന്യം തുടക്കത്തിൽ വെടിവെച്ചിട്ടതായി അഭിപ്രായപ്പെട്ടു. ഡ്രോണുകൾ പ്രാദേശിക വാണിജ്യ കപ്പലുകൾക്ക് ആസന്നമായ അപകടമുണ്ടാക്കുമെന്ന് സെൻകോം എടുത്തുകാട്ടി. തൽഫലമായി ഗൊരുക്കിലും കേഷ്ടം ദ്വീപിലും സ്ഥിതി ചെയ്യുന്ന ഇറാനിയൻ തീരദേശ നിരീക്ഷണ റഡാർ സൗകര്യങ്ങൾക്ക് നേരെ അമേരിക്കൻ സൈന്യം പ്രതികാര ആക്രമണം നടത്തി. സമുദ്ര ആസ്തികളിലും പ്രാദേശിക ലക്ഷ്യസ്ഥാനങ്ങളിലും തുടർന്നുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൈനിക നടപടിയെന്ന് വിശദീകരിച്ചു. പ്രതികാര നീക്കങ്ങൾക്ക് ശേഷം ഇറാൻ പിന്നീട് കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും 7 ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി സെൻകോം അറിയിച്ചിട്ടുമുണ്ട്. പ്രാഥമിക വിലയിരുത്തലുകളിൽ ഈ മിസൈലുകളിൽ 6 എണ്ണം വിജയകരമായി വെടിവെച്ചിട്ടതായും ശേഷിക്കുന്ന 7ാമത്തെ മിസൈൽ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മിസൈൽ ആക്രമണങ്ങളിൽ ഒരു അമേരിക്കൻ സൈനികർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് US സൈന്യം സ്ഥിരീകരിച്ചു. കൂടാതെ ബഹ്റൈനിലെ US 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്ത് ആക്രമണം വിജയകരമായി നടത്തിയെന്ന ടെഹ്റാൻ അവകാശപ്പെട്ട വാദങ്ങളെ സെൻകോം തള്ളിക്കളഞ്ഞു. ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്നും പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.